ഇന്ത്യൻ സംഗീതത്തിൽ പൊതുവെയും ഉത്തരേന്ത്യൻ ശാസ്ത്രീയ സംഗീതമായ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ പ്രത്യേകിച്ചും ഉപയോഗിച്ചു വരുന്ന ഒരു കൊട്ടുവാദ്യമാണ് തബല. വലിപ്പത്തിലും ആകൃതിയിലും വ്യത്യസ്തമായ രണ്ട് വാദ്യോപകരണങ്ങൾ തബലയുടെ ഭാഗമായുണ്ട്. ഇടതുഭാഗത്ത് ഡഗയും വലത് കർണ അഥവാ തബലയും. വീപ്പ അഥവാ ഡ്രം എന്ന അർത്ഥം വരുന്ന ഒരു അറബി വാക്കാണ് തബല എന്നതിന് ഉറവിടം. 13-ാം നൂറ്റാണ്ടിലെ പേർഷ്യൻ കവിയായിരുന്ന അമീർ ഖുസ്രു ആണ് ഈ വാദ്യത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ കുറിപ്പുകളിലൊന്നും തന്നെ തബലയെ പറ്റിയോ മറ്റൊരു വാദ്യ ഉപകരണത്തെ പറ്റിയോ അല്ലെങ്കിൽ സിത്താറിനെ പറ്റിയോ ഒന്നും തന്നെ പരാമർശിച്ചിട്ടില്ല. കൃത്യമായ ചരിത്ര രേഖകൾ പ്രകാരം 18-ാം നൂറ്റാണ്ടിൽ ഡൽഹിയിൽ ജീവിച്ചിരുന്ന ഉസ്താദ് സിദ്ദാർ ഖാനാണ് തബല ആദ്യമായി ഉപയോഗിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇന്ത്യൻ സംസ്കാരത്തിലും സംഗീതത്തിലും തബലയുടെ സ്വാധീനം വളരെ വലുതാണ്. ശാസ്ത്രീയ സംഗീതത്തിൽ മാത്രമല്ല, വളരെ പ്രചാരമുള്ള സിനിമാ സംഗീതത്തിലും തബല സുഭിക്ഷമായി ഉപയോഗിക്കുന്നു. ഉസ്താദ് അല്ലാറഖ, ഉസ്താദ് സക്കീർ ഹുസൈൻ തുടങ്ങിയ തബല ആചാര്യന്മാരിലൂടെ ഈ വാദ്യത്തിന്റെ പ്രസക്തി മറ്റു രാജ്യങ്ങളിലേക്കും സഞ്ചരിച്ചു. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലോ 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലോ ആയിരിക്കണം മുഗൾ കാലഘട്ടത്തിൽ എന്ന് വിശ്വസിക്കുന്നു തബല കൂടുതൽ ജനകീയമായത്. ഭക്തിപരമായ നാടൻ പാട്ടുകൾക്ക് ഉപയോഗിച്ചിരുന്ന ഒരു കൊട്ടുവാദ്യത്തിൽ നിന്ന് സങ്കീർണമായ വാദന രീതികളെ ആവാഹിക്കുന്ന ശാസ്ത്രീയ സംഗീതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി തബല ഇന്നും അറിയപ്പെടുന്നു. വലിയ വാദ്യത്തെ ഡഗ്ഗ എന്നും ചെറിയ വാദ്യത്തെ തബല എന്നും വിളിക്കുന്നു. ആ തബലയുടെ നിർമ്മാണ രീതിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് വാദ്യത്തിലും മുകളിലെ തുകലിൽ 3 സ്ഥാനങ്ങളുണ്ട്. അവ യഥാക്രമം കിരാന, മൈഥാൻ, സിഹായി എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഈയവും ചോറും ചേർന്ന മിശ്രിതം ഉപയോഗിച്ചാണ് മധ്യത്തിലെ സിഹായി അല്ലെങ്കിൽ മഷി, നമ്മുടെ നാട്ടിൽ ചോറ് ഇടുക എന്ന് പറയുന്നത്.